അന്നത്തെ 5 വയസ്സുകാരി ഗായിക ഇന്ന് കലോത്സവത്തിന്റെ താരം. ക്ഷേത്രോത്സവത്തിൽ പാടി തിളങ്ങിയ അദ്വിത ഇന്ന് കൊടിഞ്ഞിക്ക് അഭിമാനമായിരിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലയാളം പദ്യം ചൊല്ലലിൽ എ ഗ്രേഡ് നേടിയാണ് അദ്വിത പ്രസാദ് എന്ന 10ാം ക്ലാസ്സുകാരി മിന്നും താരമായത്. യമുനയാற்றிലെ ഈരക്കാற்றிലെ കണ്ണനോട് താനാട് பார்வை பூத்திட பாதை பார்த்திட பாவை ராதையோ வாட. LKG വിദ്യാർത്ഥിനിയായിരിക്കെ താനൂർ ശോഭപ്പറമ്പ് ശ്രീ പരമേശ്വര കലാക്ഷേത്ര വാർഷികത്തിന് പാടിയ ഏതോ വാർമുകിൽ എന്ന ഗാനത്തിലൂടെയാണ് അദ്വിത എന്ന 5 വയസ്സുകാരിയിലെ ഗായിക പിറവിയെടുത്തത്. പിന്നീട് അമ്മയുടെ പാത പിന്തുടർന്ന് അദ്വിതയും സംഗീതത്തിന്റെ പാതയിലേക്ക് ചുവടുവെച്ചു. കോട്ടയ്ക്കൽ PSV നാട്യസംഘത്തിലെ സന്തോഷ് മാസ്റ്ററുടെ ശിഷ്യയായി കഥകളി സംഗീതവും അഭ്യസിച്ചു. ഇന്ന് കൊടിഞ്ഞിക്ക് അഭിമാനമാണ് അദ്വിത പ്രസാദ്. ഒരു 10 വർഷമായിട്ട് സംഗീതം പഠിക്കുന്നുണ്ട്. ഷാജി അയലക്കാട് സാറിന്റെ കീഴിലാണ് പഠിക്കുന്നത്. ആദ്യമായിട്ടാണോ കലോത്സവത്തിന് ഈ സംസ്ഥാന തലത്തിൽ? ആദ്യമായിട്ടാണ്. ജില്ലയിൽ 1ാം സ്ഥാനം ലഭിക്കുന്നത് ആദ്യമായിട്ട്. എങ്ങനെയുണ്ട് മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? കനത്ത മത്സരം തന്നെയായിരുന്നു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ പാരമ്പര്യമായിട്ടുള്ള സംഗീതം എങ്ങനെയാണ്? അമ്മ പാടും. അമ്മ പണ്ടുതൊട്ടേ പാടാറുണ്ട്. പിന്നെ ഏട്ടൻ കീബോർഡ് വയലിനൊക്കെ ചെയ്യാറുള്ള ആളാണ്. അച്ഛൻ സാഹിത്യത്തിലാണ്. സംഗീത ലോകത്തേക്ക് ഈ പദ്യം ചൊല്ലൽ എങ്ങനെ ഇപ്രാവശ്യം എളുപ്പമായിരുന്നോ? പൊതുവെ കടുത്ത മത്സരമായിരുന്നോ? അതെ, കടുത്ത മത്സരം തന്നെയായിരുന്നു. മലയാളം പദ്യം ചൊല്ലലിൽ മിന്നും നേട്ടം കൊയ്താണ് തലസ്ഥാനത്ത് നിന്നും അദ്വിത മലപ്പുറത്തേക്ക് വണ്ടി കയറിയത്. ജില്ലാ കലോത്സവത്തിൽ പദ്യം ചൊല്ലലിൽ എ ഗ്രേഡാണ് ഈ 10ാം ക്ലാസ്സുകാരിക്ക്. പ്രശസ്ത കവയിത്രി ശ്രീമതി സുഗതകുമാരി ടീച്ചറുടെ പശ്ചിമഘട്ടം എന്ന കവിത. ഹേ തുംഗസഹ്യഗിരി ശൃംഗങ്ങളെ മേഘദുന്ദുഭികളെ. ജില്ലാ കലോത്സവത്തിലും പദ്യം ചൊല്ലലിലും കാവ്യാലാപനത്തിലും തിളങ്ങിയ അദ്വിത സംസ്ഥാന തലത്തിലും കാവ്യാലാപനത്തിൽ മത്സരിച്ചിരുന്നു. ചെട്ടിയാംകിണ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രഥമാധ്യാപകനും സാഹിത്യ നിരൂപകനും ഗ്രന്ഥകർത്താവുമായ പ്രസാദ് കൊടിഞ്ഞിയുടെയും അധ്യാപികയായ ജിഷ പ്രസാദിന്റെയും മകളായ അദ്വിത തെയ്യാലിങ്ങൽ SSMH സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. रफ्ता रफ्ता वो मेरे हस्ती का सामान हो गया. ലൈബ്രറി കൗൺസിലിന്റെ തിരൂർ താലൂക്ക് സർഗോത്സവത്തിൽ ചലച്ചിത്രഗാനത്തിൽ 2ാം സ്ഥാനവും കവിതാലാപനത്തിൽ ജില്ലയിൽ 2ാം സ്ഥാനവും ലഭിച്ചിരുന്നു. ഡോക്യുഫിക്കേഷൻ സിനിമയിലും നിരവധി ആൽബങ്ങളിലും പാടിയിട്ടുണ്ട്. ഗായിക കൂടിയായ അമ്മ ജിഷ സ്കൂൾ കലാതിലകമായിരുന്നു. ജില്ലാ സ്കൂൾ കലോത്സവങ്ങളിലും മത്സരിച്ചിട്ടുണ്ട്. കേരള വിഷൻ, തിരൂരങ്ങാടി.